എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഞാൻ ഇന്ന് എനിക്കൊരു കടയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ പറയാനുണ്ട്. അവർ കൊണ്ടുവന്ന് തരും കേട്ടോ. അതിന് പോകണം. പിന്നെ വന്നിട്ട് വേണം ലഞ്ച് പ്രിപ്പറേഷൻ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. ഇഷ്ടമായിനോ ഇഷ്ടമായിട്ടില്ലെന്ന്. അപ്പോൾ ഞാൻ കടയിൽ പോകുമ്പോൾ എൻ്റെ ഈ പ്ലാൻസിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. അത് നോക്കുകയാണേ. എൻ്റെ ഇതാണ് കേട്ടോ, ഹോളാണ് ഇത്. ഇവിടെയാണ് നമ്മളെ ഡൈനിങ് ഏരിയയും. ഇതൊരു ചെറിയ അത്ര വലിയ ഫ്ലാറ്റൊന്നുമല്ല, കുഴപ്പമില്ല, മീഡിയം ഫ്ലാറ്റാണ് കേട്ടോ. നല്ല വാടക, നല്ല അടിപൊളിയാണ്. ഫ്ലാറ്റ് വലിയെന്ന് പറയാനൊന്നുമില്ല, എന്നാലും നല്ല സൗകര്യമുള്ള ഫ്ലാറ്റാണ്. അപ്പോൾ എൻ്റെ ക്യാറ്റ് വന്നിട്ട് ഞാൻ റെഡി ആകുമ്പം അവന് സംശയമാണ് ഇവിടെ എവിടെയോ പോവുകയാണെന്ന്. അതുകൊണ്ട് അത് എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടെ കടയിൽ പോയി സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ കൊണ്ടുവന്ന് തരും കേട്ടോ. അത് ചെയ്യുകയാണേ. പിന്നെ ഇനി വീട്ടിൽ പോയിട്ട് വേണം ലഞ്ചിന് കുറച്ച് പാവക്ക വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പച്ചടി. പിന്നെ നടന്ന് പോവുകയാണ് റോഡിൽ. അത്രയും ദൂരമുള്ളൂ, അധികം ദൂരമൊന്നുമില്ല കേട്ടോ. അപ്പോൾ തിരിച്ച് വന്നിട്ടുണ്ട്. തിരിച്ച് വന്ന് ഞാൻ വാതിൽ ഞാനൊന്ന് ചാരിയിട്ട് പോയതാണേ. അപ്പോൾ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത് എൻ്റെ സൗണ്ടിൽ ഞാൻ പറയുമ്പം ഭയങ്കരമായ സൗണ്ട്, മൈക്കില്ലാത്തതുകൊണ്ട് ഭയങ്കര പാട്. അതുകൊണ്ട് ഞാനത് വിട്ടേനെ കേട്ടോ. അപ്പം ഞാൻ കിച്ചണിലേക്ക് കയറി. തുറക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇതൊക്കെ കുറച്ച് ചിക്കനും കുറച്ച് മീനൊക്കെ ഫ്രിഡ്ജിലുണ്ടായി, അതാണ് കാണിക്കുന്നത്. പിന്നെ പാവക്ക നമുക്കിങ്ങനെ മുറിച്ചിട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും പെരക്കിയിട്ട് നല്ലോണം ഫ്രൈ ചെയ്യുക, എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് അങ്ങനെയാണ് പച്ചടി ഉണ്ടാക്കുന്നത്. നിങ്ങളൊന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ചീനച്ചട്ടി വെച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഫ്രൈ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഫ്രൈ. അതിൻ്റെ കയ്പ്പൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. അങ്ങനെ അടിപൊളിയായിട്ട് അത് നല്ല ഫ്രൈ ആയിട്ട് വരുന്നവരെ അതിനുശേഷം നമുക്ക് പച്ചടിക്ക് വേണ്ടുന്നതൊക്കെ റെഡിയാക്കി വെക്കാം. അതിന് തൈര് ഒഴിച്ച് വെക്കുന്നുണ്ട്. പിന്നെ തേങ്ങ മാത്രം ഞാൻ മിക്സിയിൽ നല്ലോണം പീസ് ചെയ്യും. തേങ്ങയിലൊന്നും ഇടില്ല കേട്ടോ. അതിട്ടിട്ട് അങ്ങനെ തേങ്ങയും കൂടി നമ്മുടെ തൈരിലേക്ക് ഒഴിച്ചു കേട്ടോ. തേങ്ങ ഒഴിച്ച് പിന്നെ കുറച്ച് കടുക് നമുക്ക് പച്ചയായിട്ട് തന്നെ അരക്കണം. അത് ഞാൻ ചെയ്യുന്നുണ്ട്. അത് മിക്സിയിലൊന്നും ഇട്ട് അരയില്ലല്ലോ, കുറച്ച് മാത്രമല്ല. അപ്പോൾ അതിന് വേണ്ടി ഞാൻ നമ്മൾ ഒരു ചെറിയ കുറുക്ക് വിദ്യയിൽ അതങ്ങനെ ചെയ്യണേ. അത് ചെയ്തിട്ട് പിന്നെ നമുക്കൊരു വറവിലിടണം കേട്ടോ. ഇത് ഫ്രൈ ആകുന്നതിന് ഇടയ്ക്ക് ഞാൻ കേബേജ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. കേബേജ് തോരൻ ഉണ്ടാക്കണം. അപ്പോൾ കേബേജിൻ്റെ ഒരുപാട് ആദ്യത്തെ പാളിയൊക്കെ ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കര മെഡിസിനൊക്കെ ഇടുന്നതല്ലേ, അതുകൊണ്ട് പേടിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ അത് റെഡിയാക്കുന്നുണ്ട്. പിന്നെ അത് നല്ല ചെറുങ്ങനെ കട്ട് ചെയ്ത് അതിൽ ഉള്ളി, തേങ്ങ, പിന്നെ 2 പച്ചമുളക് ഇതൊക്കെയാണ് ഇടുന്നുള്ളൂ. വേറെ മഞ്ഞളും കുറച്ച് ഉപ്പും. ഇങ്ങനെയാണ് തോരൻ ഉണ്ടാക്കുക. ഇനി നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഒന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ, എന്നാലേ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. അപ്പോൾ മഞ്ഞളിടുന്നുണ്ട്, പച്ചമുളക് അതും കൂടി മുറിച്ചിട്ടിട്ടുണ്ട് ഇതിൽ. അങ്ങനെ നല്ലോണം ഇത് കൈ കൊണ്ടൊന്ന് ഞെരട്ടി, എന്താ നിങ്ങൾ പറയാമെന്ന് എനിക്കറിയില്ല, നല്ലോണം ഒന്ന് മിക്സാക്കി നല്ല ഞെരടും. അതിന് എല്ലാ പച്ചക്കറിയും അങ്ങനെയാണ് ഞാൻ ഈ തോരൻ ഉണ്ടാക്കും. അന്ന് ഞെരടും ഒന്ന് സോഫ്റ്റായി കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് നല്ലോണം ഒന്ന് ഞെരടി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നമ്മുടെ പച്ചടിയുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവസാനം അത് ഡ്രൈ ആയത് നല്ലോണം ഫ്രൈ ആയ പാവക്ക അതിലേക്ക് ഇടുന്നുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ താളിക്കുക മാത്രമേ വേണ്ടൂ കേട്ടോ. ഇത് ഒന്ന് നല്ലോണം യോജിപ്പിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യും. പിന്നെ ഇത് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെടുത്ത് അടുപ്പിലൊന്നും വെച്ചുകൂടാ. പിന്നെ ഇതിങ്ങനെ തന്നെയാണ്, ഈ പച്ചടി ഇങ്ങനെയാണ് ഉണ്ടാക്കുക. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ കടുക് പൊട്ടിച്ചു, 2 ഉണക്കമുളക് ഇട്ടു, കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് അതങ്ങനെ അങ്ങ് താളിച്ച് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ പച്ചടീൻ്റെ കാര്യം, ഇത്രയേ ഉള്ളൂ. പിന്നെ ഇന്നലത്തെ എരിശ്ശേരി അവിടെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ട് മെയിൻ കറി ഉണ്ടാക്കുന്നില്ല കേട്ടോ. അത് മതിയെന്ന് വിചാരിച്ചു. വെറുതെ എടുത്ത് കളയേണ്ട. തേങ്ങക്ക് നല്ല വിലയാണ് ഇവിടെ, വില കൊടുത്തിട്ടുള്ളാണ്ട് തേങ്ങയൊന്നും കിട്ടത്തില്ല. അപ്പോൾ പിന്നെ വെറുതെ എന്തിനാന്ന് വിചാരിച്ചു. അപ്പോൾ കടുക് പൊട്ടിച്ച് ഞാൻ കേബേജ് തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ്. കടുക് പൊട്ടിച്ച് ഒക്കെ ഞാൻ റെഡി വെച്ചില്ലേ, അതൊക്കെ അതിലിടും. അത് 2 മിനിറ്റ്, ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഇതൊക്കെ ആവും. ഇത് പെട്ടെന്ന് ആവുമല്ലോ. അപ്പോൾ അതങ്ങനെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ടൊരു മീൻ ഫ്രൈ ആണ്. ചിക്കൻ എടുത്ത് വെച്ചത് ഞാൻ പിന്നെ അങ്ങോട്ട് തന്നെ വെച്ചു. മതി, ഇന്ന് വേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഇന്നലത്തെ കറിയാണേ, അതൊന്ന് ചൂടാക്കണം. അപ്പോൾ മീൻ ഞാൻ അങ്ങനെ വെക്കുന്നുണ്ട്. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബായ്.